ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു പുതിയ ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 26 അധ്യായം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അതിനകത്തുള്ളതായിരിക്കുന്ന ദൈവികാലോചനകളെ കേൾക്കുവാൻ തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 26 അധ്യായത്തിൻ്റെ അകത്ത് തുടങ്ങുമ്പോൾ അവിടെ പറയുന്നത് അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ഒരു ക്ഷാമമുണ്ടായി എന്നാണ്. ഇസഹാക്ക് പാർത്തിരുന്നതായിരിക്കുന്ന സ്ഥലത്ത് ആ ക്ഷാമമുണ്ടായി. അബ്രഹാമിൻ്റെ ജീവിതത്തിലും ഇതുപോലെ ഒരു ക്ഷാമമുണ്ടായ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പഠിച്ചു, ക്ഷാമമുണ്ടായപ്പോൾ അബ്രഹാം മിസ്രൈമിലേക്ക് പോയി. അവിടെ പോയാണ് ഹാഗാറിനെയെല്ലാം കണ്ടുകിട്ടുന്നത്. അതിൻ്റെ ഭവിഷ്യത്തുകൾ പിന്നീടുള്ളതായിരിക്കുന്ന ആ തലമുറകളിലേക്കൊക്കെ അത് വ്യാപരിക്കുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളതൊക്കെ നമ്മൾ കാണുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. എന്നാൽ ഇവിടെ അബ്രഹാമിൻ്റെ കാലത്തുണ്ടായതുപോലത്തെ തന്നെ ഒരു ക്ഷാമം ഇസഹാക്കിൻ്റെ കാലത്തും ഉണ്ടാവുകയാണ്. ഇസഹാക്ക് ഗെരാറിൽ ഫിലിസ്ത്യ രാജാവായ അബീമേലെക്കിൻ്റെ അടുക്കിലേക്ക് പോകുകയാണ്. ദൈവം വന്നിട്ട് ഈ ഇസഹാക്കിനോട് പ്രത്യക്ഷനായി ദൈവം കൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ മിസ്രൈമിലേക്ക് നീ പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് നീ പാർക്കാം. എന്നിട്ട് ദൈവം പറയുക, നീ ഈ ഗെരാറിൽ തന്നെ നീ താമസിക്കുക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. പക്ഷേ അപ്പന് പറ്റിയതായിരിക്കുന്ന ഒരബദ്ധം അവിടെ കിടക്കുന്നുള്ളത് കൊണ്ട് ഒരു പക്ഷേ ഇസഹാക്ക് അത് ഫോളോ ചെയ്യുവാനായിട്ടുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടും ദൈവം മുന്നവേ ഇടപെടുകയാണ് അല്ലേ. ഒരു തികഞ്ഞ ദൈവസ്നേഹത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ പിതാക്കന്മാരുടെ ജീവിതത്തിനകത്തൊക്കെ വന്നിരിക്കുന്ന പോരായ്മകളും അവരുടെ ജീവിതത്തിലെ നന്മകളും എല്ലാം ഈ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, പ്രിയമുള്ളവരെ, നമ്മളത് കണ്ടു പഠിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ടത് എടുക്കുവാനും വേണ്ടാത്തതായിരിക്കുന്ന കാര്യങ്ങളെ നമ്മളത് തിരസ്കരിക്കുവാനുമാണ് വചനത്തിനകത്ത് അത് എഴുതിയിരിക്കുന്നത്. ഇവിടെ ദൈവം ഇസഹാക്കിനോട് പറയുന്ന കാര്യം അതാണ്, നീ എങ്ങോട്ട് പോകരുത്, നീ മിസ്രൈമിലേക്ക് പോകരുത്. അല്ലെ, ഇനി അപ്പന് വന്നതായിരിക്കുന്ന ഒരബദ്ധം നിൻ്റെ ജീവിതത്തിൽ വരുവാനായിട്ട് ഇടയായി തീരരുത്. എന്നിട്ട് ദൈവം പറയുക, അബ്രഹാം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചു, അതുകൊണ്ട് അവൻ്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും. ഇസഹാക്കിനോട് ദൈവം പറയുകയാണ്, ഞാൻ നിൻ്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിച്ച് നിൻ്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും. നിൻ്റെ സന്തതിയെ ഈ ഭൂമിയിലെ സകല ജാതികളും നിൻ്റെ സന്തതി മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഇങ്ങനെ അബ്രഹാമിനോട് പറഞ്ഞതായിരിക്കുന്ന ആ വാഗ്ദത്തം ഇസഹാക്കിലൂടെ നിവർത്തിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും എന്നുള്ളത് ദൈവം ഇസഹാക്കിനെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് അല്ലേ. അവിടെ ഒരു ക്ഷാമം വന്ന സമയത്തും ഇസഹാക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു, അത് അനുസരിക്കുന്നു. അങ്ങനെ ഇസഹാക്ക് ഗെരാറിൽ പാർത്തു. താൻ വന്ന് എത്തിച്ചേർന്നതായിരിക്കുന്ന ഫിലിസ്ത്യ ദേശമാണ് ഗെരാറ്. അവിടെ ഇസഹാക്ക് താമസിക്കുവാനായിട്ടിടയായിത്തീർന്നു. അപ്പോൾ അപ്പൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് പറ്റിയതായിരിക്കുന്ന സാറ പെങ്ങളാണെന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു കാര്യം ഇവിടെ കിടക്കുന്നുണ്ട്. വചനത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേ കാര്യം തന്നെ ഇസഹാക്ക് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അവർ ഗെരാറിൽ വന്ന് പാർക്കുമ്പോൾ അവരെ ഈ സുന്ദരിയായിരിക്കുന്ന റിബേക്ക തൻ്റെ ഭാര്യ നിമിത്തം തന്നെ കൊല്ലാതിരിക്കേണ്ടതിന് തൻ്റെ ഭാര്യയല്ല അത് പെങ്ങളാണ് എന്ന് കള്ളം പറയുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷേ അബീമേലെക്ക് ഈ ഇസഹാക്കും റിബേക്കയും കൂടെ വിനോദിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവർ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന് മനസ്സിലാവുകയും പിന്നെ ഇസഹാക്കിനെ വിളിച്ച് ഈ കാര്യം ചോദ്യം ചെയ്യുകയും ചെയ്യുന്നതൊക്കെ കാണുവാനായിട്ട് ഇടയായിത്തീരും. എന്നിട്ട് ഇസഹാക്ക് വിളിച്ച് ചോദിക്കുന്നു. അപ്പോൾ ഇസഹാക്ക് പറയുന്നു, നിങ്ങളെ പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന്. പക്ഷേ അബീമേലെക്ക് പറയുന്നു, ഈ പുരുഷനെയോ അവൻ്റെ ഭാര്യയോ തൊടുന്നവന് മരണശിക്ഷ ഉണ്ടാകും എന്ന് കൽപ്പിക്കുവാനായിട്ടൊക്കെ ഇടയായിത്തീർന്നു അല്ലേ. അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ അകത്തും ഇതുപോലെ ഒരു കാര്യം സംഭവിച്ചു. ദൈവം ഇടപെട്ടു അബീമേലെക്കിനോട് എന്ന് നമ്മൾ കണ്ടു. അവിടെ ഭാര്യയെ തൊടരുത്, അവർക്കവിടെ ദണ്ഡനങ്ങളൊക്കെ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നു.
അങ്ങനെ അപ്പൻ്റെ ജീവിതത്തിൽ 2 പ്രാവശ്യം ആ ഒരു മിസ്റ്റേക്ക് അപ്പൻ്റെ ജീവിതത്തിൽ വന്നു. അതുപോലെ ഇസഹാക്കിൻ്റെ ജീവിതത്തിലും വരുവാനായിട്ടിടയായി തീർന്നു. പ്രിയമുള്ളവർ, നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തലമുറകൾ അനുകരിക്കുവാനായിട്ടിടയായി തീരും. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുള്ളതായിരിക്കുന്ന നല്ലതും ചീത്തയുമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുകയും പഠിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു നുണ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന നുണകൾ നമ്മുടെ തലമുറകൾ കേൾക്കുവാനിടയായിത്തീരുന്നു. നമ്മൾ മറ്റുള്ള വ്യക്തികളുടെ കുറ്റം പറയുമ്പോൾ, അവരുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ, അതെല്ലാം നമ്മുടെ തലമുറകൾ നമ്മളെ ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു പാവമില്ലാത്ത ജീവിതം അവർ നയിക്കുവാൻ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നവരാണല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒക്കെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ആ പാപമില്ലാത്ത ജീവിതത്തിൻ്റെ മാതൃക കാണിച്ചു തന്ന കർത്താവിനെ പോലെ നമ്മുടെ കുഞ്ഞുങ്ങളായി തീരണം എന്നുള്ളതായിരിക്കുന്ന ശക്തമായ ആഗ്രഹം നമുക്കുണ്ട്. പക്ഷേ ആ ആഗ്രഹം അതിലുമൊക്കെ ഉപരിയായി നമ്മുടെ ജീവിതത്തിലും അതുപോലെ ശക്തമായി നമ്മളും ആഗ്രഹിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, ഞാനും ആ ക്രിസ്തുവിനെ പോലെ അങ്ങനെ ഒരു നിർമ്മലതയുള്ള ഒരു ജീവിതം നയിക്കുന്നവനായി ഞാനും ജീവിക്കണം. അപ്പോൾ എന്നെ കാണുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ അത് പിന്തുടരുവാനായിട്ടിടയായി തീരണം. അല്ലെ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് തലമുറയായി ദൈവം നമ്മളെ സന്ദർശിക്കുന്ന ദൈവമാണോ? നമ്മുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവൻ പകരം നൽകുന്നവനായിരിക്കുന്ന കർത്താവുമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത്, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അകത്ത് ഈ ദിവസങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിലൊക്കെ ശ്രേഷ്ഠതയേറിയതായിരിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മുടെ മേൽ കർത്താവ് പകരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. താഴേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാം, ഇസഹാക്ക് ഗെരാറിൽ വിതയ്ക്കുകയാണ്. അല്ലേ, ഗെരാറിൽ വിതയ്ക്കുക. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. തൻ്റെ കയ്യിൽ എന്തോരം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഉള്ളത് അവിടെ ഇസഹാക്ക് വിതച്ചു. എവിടെ വിതച്ചത്? ഗെരാറിൽ വിതച്ചു. ഫിലിസ്ത്യ ദേശമാണ് അത് ശത്രുവിൻ്റെയൊക്കെ ദേശമാണ്. അല്ലെ, മറ്റൊരു ഗ്രൂപ്പ് ആൾക്കാർ താമസിക്കുന്ന ഇടമാണ്. അവിടെ വിതച്ചു. ദൈവം അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. അല്ലേ, അപ്പം ആ ധനവാനായി തീരുക എന്നുള്ളതൊക്കെ പറയുന്നത് സ്വർഗത്തിലെ ദൈവം കൊടുക്കുന്നതായിരിക്കുന്ന അനുഗ്രഹമാണ്. അത് ഉയരത്തിലെ അനുഗ്രഹമാണ്. അല്ലെ, ദൈവം അനുഗ്രഹിച്ചു. എപ്പോഴാണ് അനുഗ്രഹിച്ചത്? ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഈ ക്ഷാമം അപ്പുറ സൈഡിൽ നടക്കുന്നതായിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ദൈവം കൊണ്ടുവന്ന് ഈ ഭക്തനെ ഇവിടെ അനുഗ്രഹിക്കുകയാണ്. അല്ലെ, അവനെ മഹാധനവാനാക്കി തീർക്കുകയാണ്. അവനെ ദൈവം വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്. കാരണം ദൈവം വർധനവിൻ്റെ ദൈവമാണ്. ദൈവം വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പിശാച് അതെല്ലാം കുറയ്ക്കുവാനും നമ്മളെ തകർക്കുവാനും അത് മുടിക്കുവാനും എല്ലാം ശ്രമിക്കുമ്പോൾ ദൈവം നമ്മളെ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ അവൻ്റെ ആട്ടിൻകൂട്ടങ്ങളും ഒക്കെ വളരെ വർദ്ധിച്ചു. ദാസന്മാർ വർദ്ധിച്ചു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഫെലിസ്ത്യർക്ക് അവനോട് അസൂയയായി. കാരണം ഇവനൊരു ക്ഷാമകാലത്ത് ഇവിടെ വന്ന് ഇതുപോലെ വിതച്ച് വിളവ് കിട്ടി മഹാധനവാനായി തീർന്നു എന്നൊക്കെ പറയുമ്പോൾ അസൂയ തോന്നി. അവർ ചെയ്യുന്നതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അബ്രഹാമിൻ്റെ കാലത്ത് അവൻ്റെ പിതാവിൻ്റെ ദാസന്മാർ, അതായത് അബ്രഹാമിൻ്റെ ദാസന്മാർ കുഴിച്ച കിണറൊക്കെയും ഫിലിസ്തീർ മണ്ണിട്ട് നികത്തിക്കളഞ്ഞിരുന്നു. അല്ലേ, ആ ഫിലിസ്തീർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ശത്രുവിൻ്റെ ഒരു പ്രത്യേകതയാണ് ഉറവ കണ്ടു കഴിഞ്ഞാൽ അത് നികത്തിക്കളയുക എന്നുള്ളത്. ഏത് മേഖലയിലാവട്ടെ, ഒരു ഉറവ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ആത്മീയ മേഖലകളിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ ഉറവയുടെ അനുഭവം വന്നു കഴിഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സമാധാനത്തിൻ്റെ ഉറവ തുറന്നാൽ, സന്തോഷത്തിൻ്റെ ഉറവ തുറന്നാൽ, ഹല്ലേലൂയ, ജീവിതത്തിൻ്റെ അകത്ത് ഹല്ലേലൂയ ആ ഒരു ഉറവ തുറന്നെന്ന് കണ്ടു കഴിയുമ്പോൾ ശത്രുവിന് പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. എങ്ങനെയും അത് മണ്ണിട്ട് മൂടുക എന്നുള്ളതായിരിക്കുന്ന ആഗ്രഹത്തോടെ ശത്രു അടുത്ത് വരുന്നത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഇവിടെ അത് അബ്രഹാമിൻ്റെ കാലത്തുണ്ടായിരുന്ന കിണറുകളെ അത് മൂടിക്കളഞ്ഞു. പക്ഷേ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, അബീമേലെക്ക് വന്നു കഴിഞ്ഞിട്ട് ഇസഹാക്കിനോട് പറയുകയാണ്, നീ ഭയങ്കര ബലവാനാ, നീ മഹാധനവാനും നീ ബലവാനും ഒക്കെ, അതുകൊണ്ട് നമ്മൾ മുന്നേ വാക്യത്തിൽ കണ്ടു മഹാധനവാനായി തീർന്നു, അതുകൊണ്ട് നീ ഞങ്ങളെക്കാൾ ബലവാനാ. ഒരു രാജാവാ പറയുന്നതെന്ന് ഓർക്കണം. അപ്പോൾ എത്രത്തോളം മഹത്വം ദൈവം ആ ഒരു രാജകീയമായിരിക്കുന്ന അവസ്ഥകളെക്കാൾ ഉപരി ഇസഹാക്കിൻ്റെ മേൽ ദൈവം പകർന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നിട്ട് രാജാവ് പറയുകയാണ്, നീ ഇവിടെ നിന്ന് പൊക്കോ, നീ ഞങ്ങളെ വിട്ടു പോവുക എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇസഹാക്ക് അവിടെ വിട്ട് പോകുവാനായിട്ട് അങ്ങനെ തീരുമാനിച്ചു. എന്നിട്ട് അവിടെ നിന്ന് പുറപ്പെട്ട് ഗെരാർ ആ താഴ്വരയിൽ കൂടാരം അടിച്ചു. അവിടെ പാർക്ക് ചെയ്യാണ്.
താഴ്വരയിൽ കൂടാരമടിച്ച് പാർക്കുക. അപ്പോൾ ഇസഹാക്ക് തീരുമാനിക്കുകയാണ്, തൻ്റെ കൂടെയുള്ളവരായിരിക്കുന്ന ആളുകളും അവരെല്ലാവരും കൂടി ഒരു കാര്യം തീരുമാനിച്ചു. തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫിലിസ്തീർ നികത്തിക്കളഞ്ഞതുമായിരിക്കുന്ന കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് ഒരു സമയത്ത് ശത്രു മണ്ണിട്ട് മൂടിയത് കണ്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഇസഹാക്കിനെ അല്ല നമ്മളവിടെ കാണുന്നത്. ഒരിക്കൽ ഉറവ കണ്ടതായിരിക്കുന്ന കിണർ, തൻ്റെ അവകാശമായിരിക്കുന്ന കിണർ, ആ നന്മ ഇരിക്കുന്നിടമായിരിക്കുന്ന കിണർ, താനും തൻ്റെ തലമുറകളും കോരി കുടിക്കേണ്ടതായിരിക്കുന്ന കിണർ, അത് മൂടിക്കിടക്കുവാൻ ഇസഹാക്ക് അനുവദിച്ചില്ല. ഹല്ലേലൂയ. അത് ദൈവം ആ ഒരു പാഷൻ തൻ്റെ ഉള്ളത്തിൽ കൊടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുക. തന്നെ അനുഗ്രഹിക്കുന്നവനായിരിക്കുന്ന കർത്താവ് ആ ഉറവ തുറക്കുവാനായിരിക്കുന്ന ഒരു പാഷൻ ദൈവം, അല്ലെങ്കിൽ അതിനോടുള്ളതായിരിക്കുന്ന ഒരു താല്പര്യം ദൈവം ഉള്ളിൽ കൊടുത്തു. അങ്ങനെ ഇസഹാക്ക് കുഴിച്ചു. തൻ്റെ അപ്പൻ ഇട്ട പേര് അതിന് ഇട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ഇസഹാക്കിൻ്റെ ദാസന്മാർ ആ താഴ്വരയിൽ കുഴിച്ചു നീരുറവുള്ള ഒരു കിണർ കണ്ടു. ആ നീരുറവുള്ള കിണർ കണ്ടു. അപ്പം തന്നെ ആ ഗെരാർ ദേശത്തിലെ ഇടയന്മാർ വരികയാണ്, ആ ഫിലിസ്തീർ വരികയാണ്. എന്നിട്ട് പറയുകയാണ്, അവർ പറയുക, ഇത് ഞങ്ങളുടെ കിണറാണ്, ഇത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് ശണ്ടയിട്ടതുകൊണ്ട് അവൻ ആ കിണറിന് ഏശക് എന്ന് പേര് വിളിച്ചു. അതിനുശേഷം പിന്നെയും അവരൊരു കിണർ കുഴിച്ചു, ഉറവ കണ്ടു. അപ്പോൾ അതേ വീണ്ടും വരികയാണ്, ഈ ഇടയന്മാർ ശണ്ടയിടുവാൻ വരുന്നു. അതിനവൻ സിദ്ന എന്ന് പേർ വിളിച്ചു. മൂന്നാമത് അവിടെ നിന്നും മാറിപ്പോയി അല്ലേ. ആദ്യം ഏശക് എന്ന് പേരിട്ട് ആ കിണർ അവിടെ നിന്ന് മാറിപ്പോയി വേറെ കിണർ കുഴിച്ചു. സിദ്ന എന്ന് പേരിട്ടു, കാരണം അവിടെയും കലഹമുണ്ടാക്കാൻ ആൾക്കാർ വന്നു. മൂന്നാമതായി കുഴിച്ച കിണറാണ് രഹബോത്ത്. അത് കുഴിച്ച് ഉറവ കണ്ടപ്പോൾ ആരും അതെടുക്കാൻ വന്നില്ല അല്ലേ. നമ്മൾ ഒരു പ്രാവശ്യം ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിക്കും, ഉത്തരം കണ്ടെന്ന് വരില്ല. നമുക്ക് നിസ്സാരമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തെ എല്ലാം പിശാച് അത് മൂടിക്കളയുവാൻ നോക്കും, നന്മകളെ മൂടിക്കളയുവാൻ നോക്കും. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുവാൻ കഴിയാത്തതുപോലെ, ആ ഉറവ കണ്ട് അതിൻ്റെ ആ നന്മ അനുഭവിക്കാൻ കഴിയാത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് കളയുവാനായിട്ടൊക്കെ ശത്രു നോക്കും. പക്ഷേ അവിടെ നമ്മൾ വിട്ടുകൊടുക്കുവാനായിട്ട് റെഡിയാവരുത് എന്ന് ഇവിടെ ഇസഹാക്കിൻ്റെ ജീവിതത്തിലൂടെ കാണാം അല്ലേ. 1 കുഴിച്ചു, 2 കുഴിച്ചു, 2 പ്രാവശ്യം ശണ്ടയുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ എങ്കിൽ ഇസഹാക്ക് വിട്ടുകൊടുത്തില്ല. മൂന്നാമത്തെ പ്രാവശ്യവും അവിടെ കുഴിച്ചു, അത് രഹബോത്ത് എന്ന് പേരിട്ടു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ വർഷ ജീവിതത്തിൻ്റെ അകത്ത് ഒരു ഇയർ ഓഫ് രഹബോത്ത് അത് ആയിത്തീരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിട്ടുകൊടുക്കരുത്. 1 കുഴിച്ചപ്പോൾ കലഹമുണ്ടായി, 2 കുഴിച്ചപ്പോൾ കലഹമുണ്ടായി, മൂന്നാമത് കുഴിച്ചപ്പോൾ കലഹമൊന്നും ഉണ്ടായില്ല. ആ ഉറവ അവർക്ക് അനുഭവിക്കാൻ പറ്റി. അതിന് രഹബോത്ത് എന്ന് പേരിട്ടു. രഹബോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ദൈവം ഉറപ്പിക്കും. അവിടെ ആ ഒരു വാക്കാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഈ വർഷം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഇനിയും ഉറയ്ക്കേണ്ടതായിരിക്കുന്ന ചില മേഖലകളുണ്ട് എങ്കിൽ നമ്മുടെ കുടുംബജീവിതമായിരിക്കാം, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അകത്തുള്ളതായിരിക്കുന്ന മുന്നേറ്റങ്ങളായിരിക്കാം, കുടുംബമായി ഒരുമിച്ചുള്ള ആരാധന വിഷയങ്ങളായിരിക്കാം, നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ളതായിരിക്കുന്ന ചില വാഗ്ദത്തങ്ങൾ, ദൈവം അയക്കുമെന്ന് പറഞ്ഞ ചില ഇടത്തേക്കുള്ളതായിരിക്കുന്ന ചില നിയോഗങ്ങളായിരിക്കാം. എന്ത് തന്നെയായിരുന്നാലും പ്രിയമുള്ളവരെ, നമ്മുടെ വാഗ്ദത്ത നിവൃത്തിക്കായിട്ട് ഹല്ലേലൂയ നമ്മൾ ആ ശണ്ടയിട്ട് ശത്രു നമ്മളെ പിന്തിരിപ്പിച്ച് കളയാൻ വരുമ്പോഴും വിട്ടുകൊടുക്കാതെ മുന്നേറുവാൻ ഈ വചനത്തിലൂടെ കർത്താവ് നമ്മളോട് പറയുന്നുണ്ടല്ലോ. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓരോ കിണറുകൾ കുഴിച്ച് താൻ വരുമ്പോൾ ഹല്ലേലൂയ ഏശക്കായി, സിദ്നയായി, രഹബോത്തായി. ആ അടുത്ത് വന്നു, രഹബോത്ത് കഴിഞ്ഞു. അവിടെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് കാണാം. അവിടെ നിന്ന് അവൻ ബെർശേബയ്ക്ക് പോയി. ഈ ബെർശേബ എന്ന് പറയുന്നത് വാഗ്ദത്ത ദേശമാണ്. ഈ ഒരു കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഏശക്കും സിദ്നയൊക്കെ കഴിഞ്ഞിട്ടാണ് പ്രിയമുള്ളവരെ ഈ ഒരു ബെർശേബയിലേക്ക് പോകത്തുള്ളൂ. ബെർശേബയിൽ അവിടെ എത്തിക്കഴിഞ്ഞാലാണ് അന്ന് രാത്രി ദൈവം അവന് പ്രത്യക്ഷനായി അല്ലെ. ദൈവം എന്തിനാണെന്നറിയാവോ? ദൈവം പ്രത്യക്ഷനാകാൻ, ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ബെർശേബയാണ് എങ്കിൽ ആ ബെർശേബയിലേക്ക് ദൈവം അടുപ്പിക്കും. ആ അടുപ്പിക്കുന്ന വഴി എന്ന് പറയുന്നത് ഒരു പക്ഷേങ്കിൽ ആ കിണർ കുഴിച്ചു അവരവിടെ ശണ്ടയിട്ടെന്ന് പറഞ്ഞ് ഏശക്കിലിരുന്നാൽ ആ നന്മ കാണത്തില്ല, സിദ്നയിലിരുന്നാൽ ആ നന്മ കാണത്തില്ല. രഹബോത്തിലേക്ക് എത്തി വന്നാൽ മാത്രമേ ബെർശേബയിലേക്ക് അത് അടുത്ത് വരത്തുള്ളൂ. അതുകൊണ്ട് ഓരോ കിണർ കുഴിക്കുമ്പോഴും മാറി മാറി നമ്മൾ അടുത്ത് വരുമ്പോൾ നിരാശയല്ല അവിടെ സംഭവിക്കുന്നത്.
നിരാശയുടെ പുറത്ത് നമ്മളിങ്ങനെ തകർന്നു വന്ന് അവിടെ ഇരിക്കാൻ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രത്യാശയോടെ അടുത്ത കിണർ നമ്മൾ കുഴിക്കുമ്പോൾ നമ്മൾ ദൈവം സംസാരിക്കാൻ പോകുന്ന വാഗ്ദത്ത ദേശമായിരിക്കുന്ന ബർശേബയിലേക്ക് അടുത്തു വരികയാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ശത്രു നമ്മുടെ ജീവിതത്തിൽ തിന്മയ്ക്കായി ഒക്കെ കൊണ്ടുവരും ഓരോ കാര്യങ്ങൾ. പക്ഷേ നമ്മുടെ ദൈവം അത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവമാണ്. അവിടെ ഇസഹാക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ അവിടെ ആരാധിക്കുന്നു എന്ന് കാണാം. അതിനുശേഷം അബീമേലെക്ക് തൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും മടങ്ങി വരികയും നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഉടമ്പടി ചെയ്യുവാനൊക്കെ ആയിട്ട് അവിടെ മടങ്ങി വരുന്നത് കാണുവാനായിട്ട് കഴിയും. അതിനുശേഷം വീണ്ടും ഇസഹാക്ക് അവിടെ കിണർ കുഴിച്ചു, അവിടെ വെള്ളം കണ്ടു. അതിന് അവർ ശിബ എന്ന് പേരിട്ടു. അതുകൊണ്ട് ആ പട്ടണത്തിന് ഇന്ന് വരെ ബർശേബ എന്ന് പേർ പറയുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷേ ആ കിണർ പിന്നെ ആരും വന്ന് നികത്തി കളഞ്ഞില്ല. 2 പ്രാവശ്യമൊക്കെ നികത്തി. മൂന്നാമത്തെ കിണർ രഹബോത്ത് ആരും നികത്തിയില്ല. പിന്നീട് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. അതിനുശേഷം വീണ്ടും കിണർ കുഴിച്ചു, അതും ആരും നികത്തിയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയ്ക്കുള്ള വചനങ്ങളാണ് ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിത്തന്നത്. അതുകൊണ്ട് മടുത്തു പോകാതെ പ്രാർത്ഥിച്ച് ഈ ദിവസങ്ങൾ മുന്നേറാൻ ദൈവകൃപ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ മഹത്വത്തിനായി ഈ വചനങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ.